വെൽക്കം ബാക്ക്. ഹെയർ ഗ്രോത്ത് ടിപ്സിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത്. ടിപ്പ് നമ്പർ 1, മുടി പൊട്ടുന്നത് കുറയ്ക്കാനായിട്ട് വിശാലമായ പല്ലുള്ള ചീപ്പ് ഉപയോഗിക്കുക. ടിപ്പ് നമ്പർ 2, മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന പോണി ടെയിൽ അല്ലെങ്കിൽ ബണ്ണുകൾ പോലുള്ള ഇറുകിയ ഹെയർ സ്റ്റൈലുകൾ ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 3, ആവശ്യത്തിന് ഉറങ്ങുക. 7-8 മണിക്കൂർ വരെ. ഹോർമോണുകളെ നിയന്ത്രിക്കാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കും. ടിപ്പ് നമ്പർ 4, ഹീറ്റ് സ്റ്റൈലിംഗ് ടൂൾ ഉപയോഗം കുറയ്ക്കുക. അല്ലെങ്കിൽ കേടുപാടുകൾ കുറയ്ക്കാൻ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റഡ് സ്പ്രേ ഉപയോഗിക്കുക. ടിപ്പ് നമ്പർ 5, സ്കാർഫ് അല്ലെങ്കിൽ തൊപ്പി ധരിച്ച് മലിനീകരണത്തിൽ നിന്നും പരിസ്ഥിതി വിഷവസ്തുക്കളിൽ നിന്നും നിങ്ങളുടെ മുടി സംരക്ഷിക്കുക. ടിപ്പ് നമ്പർ 6, അമിതമായ കഫീൻ ഉപയോഗം ഒഴിവാക്കുക. ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകും. ടിപ്പ് നമ്പർ 7, നിങ്ങളുടെ മുടിയെ സംരക്ഷിക്കുന്നതിന് ആഴ്ചയിൽ ഒരിക്കൽ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റ് പരീക്ഷിക്കുക. ടിപ്പ് നമ്പർ 8, നിങ്ങളുടെ തലമുടി തൂവാല കൊണ്ട് നല്ല ശക്തിയായിട്ട് തടവുന്നത് ഒഴിവാക്കുക. 9ാമത്തെ ടിപ്പ്, മുടിയുടെ അറ്റം പിളരുന്നതും പൊട്ടുന്നതും കുറയ്ക്കാനായിട്ട് ഒരു സാറ്റിൻ അല്ലെങ്കിൽ സിൽക്ക് തലയിണ ഉപയോഗിക്കുക. 10ാമത്തെ ടിപ്പ്, മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുകവലി ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 11, റോസ്മേരി, അർഗാൻ അല്ലെങ്കിൽ പെപ്പർ മിൻറ്റ് ഓയിൽ അടങ്ങിയ തലയോട്ടിയിലെ മസാജ് ഓയിൽ അല്ലെങ്കിൽ സെറം പരീക്ഷിക്കുക. 12ാമതായിട്ട് വരുന്ന ടിപ്പ്, ബയോട്ടിൻ, കെരാറ്റിൻ അല്ലെങ്കിൽ ഗ്ലിസറിൻ എന്നിവ അടങ്ങിയ മുടി വളർച്ച ഷാംപൂ ഉപയോഗിക്കുക. ഓർക്കുക, മുടി വളർച്ച ക്രമാനുഗതമായ ഒരു പ്രക്രിയയാണ്. ക്ഷമ ഇതിന് പ്രധാനമാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയും സ്ഥിരമായ മുടി സംരക്ഷണ ദിനചര്യയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്പുകളൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് തുടർച്ചയായി മുടി വളർച്ച ആശങ്കകൾ ഉണ്ടെങ്കിൽ വ്യക്തിഗത ഉപദേശത്തിനായി ഒരു ഡെർമറ്റോളജിസ്റ്റുമായി ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. ഇനിയും പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.